ഭയങ്കര കട്ടറാണ്. റൈഡർ അനുവിൻ്റെ കൂടെ ഹോസ്പിറ്റൽ പോവാണ് ഗൈസ്. എനിക്കൊരുവിധം ഫീവർ ശരിയായപ്പോഴേക്കും ഭയങ്കര സ്റ്റൊമക് പെയിൻ, ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഈവനിങ് ടൈം പോയതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു, വെയിലും ഉണ്ട് കേട്ടോ. അത് കാണിച്ചേ, ഇത് ഇത്രയും മരുന്ന് കാണിച്ചു ഗൈസ്, ഇത്രയും മരുന്നുണ്ട് ഗൈസ്. പറഞ്ഞാൽ മതി ഗൈസ്, ഇത്രയും മരുന്ന് ബാക്കിയുണ്ട് ഗൈസ്. ഇങ്ങനെ നീ പറയും. അതെ അതെ, അത് റിട്ടേൺ ആണ്. ഇവിടെയൊക്കെ കൊളുത്തി പിടിക്കുന്ന കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ആയപ്പോൾ നിറയെ മെഡിസിൻസ് ഉണ്ടായിരുന്നു എക്സസ് ആയിട്ട്. സോ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ മെഡിക്കലിൽ കൊടുത്തെന്ന് വെച്ചാൽ അവർ ക്യാഷ് റിട്ടേൺ തരും. ഇതിൻ്റെ ഇടയിൽ എന്നെ വെച്ച് അതിന് നല്ലോണം ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, മെഡിസിൻ ഒക്കെ തിരിച്ചു കൊടുത്തപ്പോൾ 520 റുപ്പീസ്. ഓക്കെ, 520 റുപ്പീസിൽ 503 റുപ്പീസ് റിട്ടേൺ തന്നു. അതിൽ 17 റുപ്പീസിന് മറുപടി ഒരു ടാബ്ലറ്റ്. എനിക്ക് വയറൊക്കെ ഭയങ്കര എരിച്ചിൽ, എനിക്ക് പറ്റണില്ല, ഗ്യാസാണ് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല, ഒരു പഴമാണ് കഴിച്ചത്. ഇപ്പം സമയം എത്രയാടാ? 4:44, 4:44 സമയം. സോ ഇത്ര നേരം ഒരു പഴമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് വൊമിറ്റിങ്ങൊക്കെ ചെയ്ത്, ഗ്യാസിൻ്റെ പ്രശ്നം. പിന്നെ ഇവള് വന്നപ്പോൾ ഞാൻ ഇവളുടെ കൂടെ ഇങ്ങോട്ട് വന്നു. എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്താണ് കേട്ടോ അനു. കണ്ണടച്ച് നമുക്ക് പറയാവുന്ന കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ അവളോടത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാന്ന് ഇട്ടിക്കട്ടെ, അവള് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ പറയില്ല. ഇപ്പൊ തന്നെ രാവിലെ ഏർലി മോർണിംഗ് ഷിഫ്റ്റിന് പോയിട്ട് ആള് നേരെ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. സോ അതുകൊണ്ട് തന്നെ അവള് ഫുഡ് കഴിച്ചില്ല, ഞാനും ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾ നേരെ സരവണ സ്റ്റോറിൽ കയറിയിട്ട് ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് അവിടെ കഴിക്കാനുള്ള കാര്യങ്ങൾ ഇഷ്ടമായില്ല. ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. അവൾ എന്തെന്നായിരുന്നു, ഗുവാൻ്റെ ജ്യൂസും, ഞാൻ കിവിയാണ്, ഞാൻ വിത്തൗട്ട് ഷുഗറാണ് എപ്പോഴും കഴിക്കുക. അത് കഴിഞ്ഞ് ചോളം വാങ്ങിച്ച് അവൾ സ്പൈസും ഞാൻ നോർമൽ കോണും കൂടി വാങ്ങിച്ചിട്ട് കഴിച്ച് ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് എൻ്റെ വയറെനിക്ക് പണി തരികയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസാണ് കുടിച്ചത്. പിന്നെ കിവി നല്ലതാണല്ലോ, കൗണ്ടൊക്കെ കുറയണമെങ്കിൽ നല്ലതാണ്. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പുറത്തുനിന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആപ്പിൾ, ഒരു പൊമഗ്രാനൈറ്റ്, ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും പൊമഗ്രാനൈറ്റും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ ഈ സമയങ്ങളിൽ, അതായത് എനിക്ക് വയ്യാതെ കിടക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഇരുന്നിട്ട് അവർ നമ്മളടുത്ത് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ എനർജറ്റിക് ആക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയത്തില്ല നമ്മൾക്ക് വയ്യാന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. സോ അത് നമ്മുടെ ഫേസ് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ ചോദിക്കുക ആരാ നിങ്ങളിൽ പേഷ്യൻ്റ് എന്ന്. അങ്ങനത്തെ അവസ്ഥയാണ്. എനിക്ക് ഒട്ടും വയ്യെങ്കിൽ മാത്രമാണ് ഞാൻ കിടക്കുകയുള്ളൂ. എന്നെ ഒരു ഭാഗത്ത് പിടിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്. സോ ഒരു ഭാഗത്ത് നിൽക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ല. ഇവിടെ നോക്കട്ടെ. ഹലോ, അങ്ങനെ വന്നു. ഇനി ഇപ്പം സമയം 6 മണിയാവണം. ആക്ച്വലി എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് 1 മണിക്കൂർ, 6 മണി. ഇപ്പം കിടന്നാൽ 7 മണിക്ക് എണിച്ച് ഷിഫ്റ്റിന് പോകണം. ഷിഫ്റ്റിന് പോകാൻ റെഡി ആവണം. സോ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. ഇത്ര നേരം എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട്. ഇന്നലെ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വയറ് വേദനയായിട്ട്, വയറ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഉറങ്ങി എണിക്കുമെന്നറിയില്ല. അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും എനിക്ക് ഉറങ്ങണം. ഒട്ടും വയ്യ. ഷിഫ്റ്റിന് പോകണം. എനിക്ക് ലീവ് എടുക്കണം എന്നുണ്ട്. പക്ഷേ എല്ലാപ്പോഴും എല്ലാവരും നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കത്തില്ല. സോ എന്തായാലും ഞാൻ ഷിഫ്റ്റിന് പോകുന്നുണ്ട്. അപ്പം ഷിഫ്റ്റിൽ പോണ കാര്യങ്ങൾ ഞാൻ ഇന്നൊരു കുറച്ചായിട്ട് വ്ളോഗ് എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പോയിക്കൊന്ന് കിടന്നുറങ്ങട്ടെ. ഇവിടെ ഇരുട്ടാണ്, 6 മണിയായില്ലേ, അപ്പോൾ ഇരുട്ടാവും. ഇനി കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞാൻ റെഡി ആകുമ്പോൾ കുറച്ചായിട്ട് കാണിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി, ഞാൻ പോവാണ്. ഞാൻ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു സാരി വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഇതെന്താ സ്വാമിജിയൊക്കെ കൊടുക്കുന്ന സാരിയാണെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സോ തല എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെ കെട്ടുമ്പോൾ.
സോ അതുകൊണ്ട് എനിക്ക് കുറേ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടല്ലേ മുടി വിരിച്ചിടുന്നു. ബട്ട് എനിക്കിതാ കംഫർട്ടബിൾ. അത് മാത്രമല്ല എനിക്കിപ്പോൾ വയ്യ. എൻ്റെ ഒരു സിറ്റുവേഷനിലും എൻ്റെ ഒരു അവസ്ഥയിലും ഇത് ഇവിടെ നോക്കില്ല ആരും, പ്ലീസ്. ഓക്കെ, എനിക്ക് ഇറങ്ങാൻ സമയമായി. സോ ഞാൻ ഇറങ്ങുകയാണ്. നല്ല കോഴിമുട്ട വെച്ച പോലെ ഉണ്ടല്ലേ. ഓക്കെ, എനിക്ക് ആക്ച്വലി വയ്യ. ഫീവർ മാറിയിട്ടില്ല. തല ഒരുമാതിരി ചുറ്റണ പോലെയും വയറുവേദന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓക്കെ, ഞാനൊന്ന് മാനേജ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് ഷിഫ്റ്റിന് പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് സാറ്റർഡേ സൺഡേ നൈറ്റ് ഓഫ് വീക്ക് ഓഫ് വരേണ്ടതാണ്. ഞാൻ ഇത്ര ദിവസം ലീവ് ആയതുകൊണ്ടാണ്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഒന്ന് ഷിഫ്റ്റിന് പോണത്. ഞാൻ ഈ വീക്കിൽ ഒരു ഡേ മാത്രമേ ഷിഫ്റ്റിന് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് പോണത്. അറിയില്ല എന്താവുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു. ഞാനന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. അന്ന് ട്രെയിൻ കിട്ടി, ഞാൻ കയറി അതിനകത്ത്. റോഡ് ക്രോസ് ചെയ്തത് ഞാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഷിഫ്റ്റിന് കയറി ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പണി കിട്ടി. ഞാൻ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, ഷിവറിങ്, പല്ലൊക്കെ കൂട്ടിയിടിക്കുക, നല്ല ഫീവർ. എയർപോർട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എവിടെയാണോ ഇത്ര ദിവസം കാണിച്ചു അവിടെ തന്നെ കാണിക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നേരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയി എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഞാൻ അത്ര അവശതയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് ടാബ്ലറ്റ്സ് ഒക്കെ തന്ന് 6 hours കഴിയുമ്പോൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മോർണിംഗ് OP തുടങ്ങുമ്പോൾ എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ പാല് വാങ്ങിച്ചു കുടിച്ചു. സാധനം പാലും എനിക്ക് അത്ര ഇഷ്ടമല്ല, എങ്കിലും എന്തെങ്കിലും കഴിക്കുക ചൂടോടെ, ചിലപ്പോൾ വയറിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കുടിച്ചാണ്. പിന്നെ ഈ ചായ കുടിക്കാൻ കയറിയെടുത്ത് ഭയങ്കര റേസിസമായിരുന്നു കേട്ടോ. ഒരു ഹിന്ദിക്കാരനാണ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആളുടെ അടുത്ത് പോയിട്ട് താൻ എന്തിനാണോ ഹിന്ദി പാട്ട് വെക്കുന്നത്, തമിഴ്നാട്ടിലിരുന്ന് തമിഴ് പാട്ട് വെക്കണോ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മളതിലൊന്നും ഇടപെട്ടില്ല. നമ്മുടെ കാര്യം നോക്കി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ബെറ്ററാണ്, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് നല്ല ഫീവർ, എന്താ പറയുക, ഒട്ടും വയ്യാത്ത അവസ്ഥ, വൊമിറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്. ഭാഗ്യം എൻ്റെ ഫ്രണ്ട് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. ടാബ്ലറ്റ് എടുത്തു കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ. സോ ഇനി ഒന്ന് കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ ഇത്രയുള്ളൂ. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ. ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല രീതിയിൽ പോകും, കുഴപ്പമില്ല, വർക്കിൻ്റെയൊക്കെ കുറച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഫ്ലോപ്പായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.